ഈ 3 മാസത്തെ ട്രയൽ റണ്ണിന് ശേഷം സെപ്റ്റംബറോടുകൂടിയായിരിക്കും വാണിജ്യ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഒരു തുറമുഖമെന്ന് പറയുമ്പോൾ കയറ്റുമതിയും ഇറക്കുമതിയും ചരക്ക് നീക്കം നടക്കണം. അത് സെപ്റ്റംബറിലായിരിക്കും ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ നടക്കുക. വലിയ കപ്പലിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്ക് ഫീഡർ കപ്പലുകൾ വഴി കൊണ്ടുപോകുന്ന ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങളായിരിക്കും തൽക്കാലം ഇവിടെ ഉണ്ടാവുക. ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഉദ്ഘാടനം ആരംഭിച്ചോ? ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ് ആര്യ. ഇപ്പോൾ തുറമുഖത്തെ ബർത്തിനരികിലായി സജ്ജീകരിച്ചിരിക്കുന്ന ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് ഔപചാരികമായി ട്രയൽ റൺ, അതായത് ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുത്തതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുക. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ, സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ എന്നിവർ ഇവിടെ ബർത്തിനരികിലേക്ക് എത്തുകയാണ്. അതിന് മാത്രമല്ല, ഈ ചടങ്ങ് വീക്ഷിക്കുന്നതിനായി മുൻനിരയിൽ സേനയുടെയും അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളുമെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പങ്കാളിത്തവും ഈ പരിപാടിയിലുണ്ട്. പൊതുജനങ്ങൾക്ക് ഏകദേശം 5000-ഓളം പേരെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പന്തൽ തയ്യാറാക്കിയാണ് ആദ്യ മദർഷിപ്പിനെ വരവേൽക്കാനുള്ള ചടങ്ങ് സംസ്ഥാന സർക്കാരും അദാനി പോർട്സും ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ നിർണായകമായ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ. വിശിഷ്ടാതിഥികൾ, മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും അടക്കമുള്ളവർ ഇപ്പോൾ തുറമുഖത്തെ ബർത്തിനരികിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ പൂർത്തിയായിരിക്കുന്ന, നിലവിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുന്നത് 800 മീറ്റർ ബർത്താണ്. ഇതിൽ പൂർത്തിയായിരിക്കുന്ന 800 മീറ്റർ 600 മീറ്റർ ബർത്തിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രി തുറമുഖത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന ഈ കപ്പലിൻ്റെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വിശിഷ്ടാതിഥികളെല്ലാവരും ചേർന്നാണ് ഈ കപ്പലിനെ തുറമുഖത്തേക്ക് വരവേറ്റതായുള്ള പ്രഖ്യാപനം നടത്തുന്നത്. നേരത്തെ ആദ്യ കപ്പൽ 2023 ഒക്ടോബർ മാസം 15-ാം തീയതി എത്തിയപ്പോൾ കപ്പൽ ക്രെയിനുമായാണ് എത്തിയിരുന്നത്. അന്ന് ഈ കപ്പലിനെ കുറച്ചകലേക്ക് മാറ്റി നിർത്തിയ ശേഷം ഔപചാരികമായ വാട്ടർ സല്യൂട്ട് ചടങ്ങുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ കപ്പൽ ബർത്തിനരികിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. കാരണം ചരക്കിറക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഏകദേശം 10,000-ഓളം കണ്ടെയ്നറുകളുമായാണ് ഇവിടെ ഈ കപ്പൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബർത്തിനരികിൽ തന്നെ ഈ ഔപചാരികമായ ചടങ്ങ് നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഒരു വലിയ ആഘോഷത്തോടെ തന്നെയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ചെണ്ടമേളം അടക്കമുള്ള വാദ്യമേളങ്ങളുമായാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ബലൂൺ പറത്തലടക്കം ഈ ആദ്യ കപ്പൽ വന്നതുപോലുള്ള ചടങ്ങുകൾ ഇത്തവണയും നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി VN വാസവൻ, V ശിവൻകുട്ടി, അദാനി പോർട്സിൻ്റെ MDയും അദാനി ഗ്രൂപ്പ് ഡയറക്ടറുമായ കരൺ അദാനി, മറ്റ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള വിശിഷ്ടാതിഥികളെല്ലാവരും ഇപ്പോൾ ഈ ബർത്തിൽ റെഡ് കാർപ്പറ്റിൽ നിൽക്കുകയാണ്. അവർ ഈ ഔപചാരികമായ പ്രഖ്യാപനം, ചരിത്രത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം എഴുതി ചേർക്കപ്പെടുന്ന ഔപചാരികമായ പ്രഖ്യാപനം ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രഖ്യാപനം എന്നത് ഈ ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യ മദർഷിപ്പ് അടുത്തതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത്. ഇപ്പോൾ ഈ ചടങ്ങ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ അതിഥികളെ, അതായത് മുഖ്യമന്ത്രിയെയും കേന്ദ്രമന്ത്രിയെയും എല്ലാവരെയും ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് നീങ്ങുകയാണ് വിഴിഞ്ഞത്ത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ ഉണ്ട്. ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവാണ് സ്വാഗതം പറയുക. മന്ത്രി VN വാസവൻ അധ്യക്ഷനാകും. അദാനി പോർട്സിന്റെ
അദാനി പോർട്സിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ കരൺ അദാനി അവിടേക്ക് എത്തിയിട്ടുണ്ട്. കരൺ അദാനി ആയിരിക്കും മുഖ്യ പ്രഭാഷണം നടക്കുക. മന്ത്രി വി ശിവൻകുട്ടിയുണ്ട്. പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് എം വിൻസെന്റ് സ്ഥലം MLA അവിടെ ചടങ്ങിൽ പങ്കെടുക്കും. മറ്റ് ജനപ്രതിനിധികളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വലിയ വരവേൽപ്പ് നൽകിയാണ് ആദ്യത്തെ മദർഷിപ്പായ സാൻ ഫെർണാൻഡോയെ വിഴിഞ്ഞം കേരളം സ്വീകരിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന് പുതിയ കോഡുണ്ട്. ഇനി മുതൽ നെയ്യാറ്റിൻകരയുടെ പേരിൽ ലൊക്കേഷൻ കോഡ് അറിയപ്പെടും. INNYY1 എന്നതായിരിക്കും ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കോഡ്. ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. വർണ്ണാഭമായ ചടങ്ങുകളോടുകൂടിയാണ് ചരിത്രത്തിലേക്ക് ഈ ഒരു ചുവടുവെപ്പ് നമ്മൾ നടത്തുന്നത്. What a celebratory moment indeed, and the first mothership MV San Fernando has arrived at Vizhinjam Port. കേരളത്തിനെ സംബന്ധിച്ച് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഈ കപ്പലിലുള്ള മലയാളി ജീവനക്കാരുണ്ട്. സാൻ ഫെർണാൻഡോ കപ്പലിൽ പാലക്കാട് വാണിയംകുളം സ്വദേശി പ്രജീഷാണ് കപ്പലിലെ ഒരു മലയാളി. പ്രജീഷ് അടക്കം 5 ഇന്ത്യക്കാരും 17 വിദേശികളും ഉൾപ്പെടെ 22 ജീവനക്കാരാണ് ഈ കപ്പലിലുള്ളത്. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരും മറ്റൊരു കക്ഷികളും മറ്റതിഥികളും എല്ലാവരും അവരവർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരാണെന്ന് വിധമായി കേരളത്തിന്റെ ഭാവി വികസന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് പ്രവർത്തന സജ്ജമാവുകയാണ്. തുറമുഖത്തേക്കുള്ള ആദ്യത്തെ ചരക്ക് കപ്പൽ കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. നമ്മൾ കണ്ടതാണ് ആ മനോഹരമായ ദൃശ്യങ്ങൾ. വാട്ടർ സല്യൂട്ടൊക്കെ നൽകിയാണ് ലോകത്തെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാൻഡോ എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. സാൻ ഫെർണാൻഡോയെ ആ കപ്പലിനെ സ്വീകരിച്ചത്. 2000-ഓളം കണ്ടെയ്നറുകളുമായാണ് കപ്പൽ എത്തിയത്. പൂർണ്ണ തോതിലുള്ള ചരക്ക് നീക്കം നടക്കുന്ന തരത്തിലുള്ള ട്രയൽ റണ്ണാണ് ഇന്നലെ ആരംഭിച്ചത്. എന്തായാലും ചൈനയിൽ നിന്നെത്തിക്കുന്ന കണ്ടെയ്നറുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ മറ്റു തുറമുഖങ്ങളിലേക്ക് ഫീഡർ ഷിപ്പുകൾ വഴി കൊണ്ടുപോകും. മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്കായിരിക്കും കൊണ്ടുപോവുക. ട്രയൽ റൺ 3 മാസം നീണ്ടു നിൽക്കും. സെപ്റ്റംബർ വരെ തുടർച്ചയായി ചരക്ക് കപ്പലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാലിബ്രേഷനിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് ഈ ട്രയൽ റണ്ണിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കുക. അതായത് 3 മാസത്തിനുള്ളിൽ തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കും. PPP മാതൃകയിൽ 7700 കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. രാജ്യത്തെ തന്നെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമാകുന്നത്. 2015 തുടങ്ങിയ സ്വപ്നമാണ്. 2015 തുടങ്ങിയ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഒരു പതിറ്റാണ്ടിനിപ്പുറം യാഥാർത്ഥ്യമാകുന്ന ആ മനോഹരമായ ദൃശ്യങ്ങൾ, വികസനത്തിലേക്ക് കാൽ വയ്ക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞത്ത് നിന്ന്. വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള NSPC ക്ലിയറൻസ്, ISPS കോഡ്, സുരക്ഷയ്ക്കായി പോർട്ട് ഫെസിലിറ്റി ഇന്റർനാഷണൽ കോഡ്, ഇതൊക്കെ വിഴിഞ്ഞത്തിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. AK സ്റ്റെഫിൻ നമുക്കൊപ്പം അവിടെ നിന്ന് തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, ഔദ്യോഗികമായ വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഈ വികസനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അടക്കം കേന്ദ്രമന്ത്രി അടക്കം പറയാനുള്ളത് നമ്മൾ പ്രതീക്ഷയോടെ അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും ആര്യ, അതാണ് ഇനി ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് മുഖ്യമന്ത്രിയുടെ അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയുടെയൊക്കെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഒന്നുമല്ലാതിരുന്ന നഗരങ്ങളെ പോലും വലിയ അത്യുന്നതങ്ങളിലേക്ക് നയിച്ച ചരിത്രമാണ് യഥാർത്ഥത്തിൽ മദർ പോർട്ടുകൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വ്യാപാരത്തിലും നിർമ്മാണത്തിലും ഉൾപ്പെടെ മുന്നിൽ നിൽക്കുന്ന ഈ ചൈനീസ് നഗരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ മദർ പോർട്ടുകളും
അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം അത്തരത്തിലേക്ക് ഒരു വലിയ നിലയിലേക്ക് ഉയരുന്നതിൻ്റെ ഒരു വലിയ മുഹൂർത്തമാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും UAE-യിലും സിംഗപ്പൂരും ചൈനയും തുടങ്ങിയ വലിയ രാജ്യങ്ങളൊക്കെ അതിവേഗം ലോക വിപണിയിൽ വലിയ ശക്തിയായി മാറിയതിന് പിന്നാലെ ഈ ഒരു പോർട്ടിനും ഈ ഒരു ചരക്ക് ഗതാഗതത്തിനുമൊക്കെ വലിയ പങ്കുണ്ട്. അതിലേക്കൊക്കെ നമ്മുടെ ലോക നാവിക ഭൂപടത്തിൽ ഇനി വിഴിഞ്ഞമായിരിക്കും, നമ്മുടെ വിഴിഞ്ഞമായിരിക്കും ഇന്ത്യയെ അടയാളപ്പെടുത്താൻ പോകുന്നത്.